കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയെയും കുറിക്കുന്നതായ പാഠങ്ങളാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് ആ പാഠപുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ 13ാമത്തെ പാഠമാണ്. ആ പാഠത്തിൻ്റെ പേര് സ്നേഹം, ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ളതായ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ ദൈവനാമത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി മാത്യു ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി പാസ്റ്റർ. നിയമദാതാവായ ദൈവം തന്നെയാണ് സ്നേഹത്തിൻ്റെയും ദാതാവ് എന്ന് ഈ പാഠം നമുക്ക് വളരെ ശക്തിയോടുകൂടെ പറയുകയാണ്. ദൈവത്തിൻ്റെ നിയമവും ദൈവത്തിൻ്റെ സ്നേഹവും ഒരുമിച്ച് പോകുന്നതായ 2 ഘടകങ്ങളായിട്ട് കാണുന്നു. ആയതുപോലെ തന്നെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈ പാഠത്തിൻ്റെ ആന്തരികമായ അർത്ഥം സ്നേഹത്തിൽ അധിഷ്ഠിതമായ നിയമ അനുസരണത്തെക്കുറിച്ച് ആണ്. നമുക്ക് മനഃപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 13ാം അധ്യായം അതിൻ്റെ 8ാം വാക്യമാണ്. അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. പാസ്റ്റർ ബിനോയ്, സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് നാം കാണുന്നു. പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവം കൊടുത്തതായ ചില മാർഗനിർദ്ദേശങ്ങൾ ആണ്. അത് ലിഖിതമായി കൊടുത്തതിന് മുൻപ് തന്നെ അത് ലിഖിതമായി മനുഷ്യരുടെ മനസ്സിലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സിംഹാസനത്തിലും ഒക്കെ നിലനിന്നിരുന്നതായ സ്നേഹ പ്രമാണങ്ങളാണ്. ഈ ദൈവത്തിൻ്റെ 10 കൽപ്പനകളിൽ മനുഷ്യരോടുള്ളതായ സ്നേഹത്തെയും ദൈവത്തോടുള്ളതായ സ്നേഹത്തെയും എങ്ങനെയാണ് നമുക്ക് വേർതിരിച്ചറിയുവാൻ തക്കൊണ്ട് സാധിക്കുന്നത്? പുറപ്പാട് പുസ്തകം 20ാം അധ്യായത്തിലാണ് നമുക്ക് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ കാണാൻ സാധിക്കുക. നമ്മളതിനെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 കൽപ്പന എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അവസാനത്തെ 6 കൽപ്പന മനുഷ്യരെ എങ്ങനെ സ്നേഹിക്കണമെന്നുള്ളതാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനുഷ്യസ്നേഹത്തിൽ മറ്റൊരു മനുഷ്യനെ എങ്ങനെ നമ്മൾ സ്നേഹിക്കണം, അതിൻ്റെ പരിധി ലംഘിക്കാതെ പൊസസീവാകാതെ നമുക്കെങ്ങനെ നോർമലായിട്ട് എല്ലാ മനുഷ്യരെയും തുല്യമായി കരുതാം, സ്നേഹിക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ആദ്യത്തെ 4 കൽപ്പന. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, വിഗ്രഹമുണ്ടാകരുത്, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, എൻ്റെ നാമം വൃഥാ എടുക്കരുത് എന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുവായ സ്നേഹമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കൽ കേന്ദ്രമായി എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാമെന്നുള്ളതാണ്. അത് സ്നേഹത്തിൻ്റെ നിവൃത്തിയാണ്. കൽപ്പന സ്നേഹമാണ്. കൽപ്പനയുടെ പാലിക്കുന്നതിൻ്റെ സ്വഭാവം സ്നേഹം നമ്മളിൽ ഉണ്ടാകും എന്നുള്ളത്. പാസ്റ്റർ ഡോണി, കർത്താവ് യേശു ക്രിസ്തു ഈ കൽപ്പനകളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു, നിവൃത്തിയായിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓക്കെ, നമ്മൾ സഭാപ്രസംഗയുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ 12ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ശലോമോൻ ജ്ഞാനി പറയുകയാണ്, എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊടുക്കുക, ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദിസ് ഈസ് ദ ഹോൾ ഡ്യൂട്ടി ഓഫ് എ മാൻ. എന്താണ്? എല്ലാ സമ്മറി മാത്രം കേൾക്കുക, എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക. അപ്പോൾ ഈ 10 കൽപ്പനയുടെ സമ്മറി എന്തുവാണ്? 10 കൽപ്പനയുടെ സാരം എന്തുവാണ്? 10 കൽപ്പനയുടെ സാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 കൽപ്പനയിൽ എന്ത് ചെയ്തിരിക്കുന്നു? സകല ന്യായപ്രമാണവും, ദ ഹോൾ ഡ്യൂട്ടി ഓഫ് ദ മാൻ, ദ ഹോൾ സമ്മറി ഓഫ് ദ കമാൻഡ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. ഈ 10 കൽപ്പനയുടെ ടോട്ടൽ സാരാംശം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം 2 സ്നേഹം, ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യ സ്നേഹിക്കുക. ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതിലടങ്ങിയിരിക്കുന്നു, വേറൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ആകെത്തുക, നമ്മുടെ ജീവിതത്തിൻ്റെ ആകെത്തുക, മനുഷ്യൻ്റെ ആകെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ സാരാംശം, ഈ കൽപ്പനയുടെ സാരാംശം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അന്യനെ സ്നേഹിക്കുക. അന്യനെ സ്നേഹിക്കണമെങ്കിൽ
നമ്മൾ വേദപുസ്തകം പരിശോധിക്കാമെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഈ എലീശയുടെ അടുത്ത് എന്ന ഒരു സ്ത്രീ, ഒരു വിധവയുടെ കാര്യം നമ്മളവിടെ പഠിക്കുന്നുണ്ട്. നമ്മളത് പഠിക്കാമെങ്കിൽ പറഞ്ഞെന്താണ്, അയൽവക്കത്ത് നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ. നമ്മളത് സുവിശേഷമായിട്ട് കണക്ട് ചെയ്താൽ എന്താണ്, അയൽവക്കത്ത് ഈ സുവിശേഷം അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് പോയി സുവിശേഷം പറയുക. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരോട് സ്നേഹമുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാത്രങ്ങൾ നിറയും. ദൈവം നിങ്ങൾക്ക് ആത്മീക പരിശുദ്ധാത്മാവിനെ തരും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെ തരും എന്നാണ് അത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർ നശിച്ചു പോകരുത് എന്ന ചിന്തയോടുകൂടി നമ്മൾ അവരോട് ഇടപെടും. കാരണം സ്നേഹമില്ലെന്ന് സംഭവിക്കും. അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ അന്തിമ ന്യായവിധിയിൽ അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? മരണമാണ്. അപ്പം നമ്മുടെ യഥാർത്ഥ സ്നേഹം അവർ മരിക്കരുത്, അന്തിമ മരണത്തിൽ പോകരുത് എന്നതുള്ളതായിരിക്കണം നമ്മുടെ മറ്റുള്ളവരുടെ സ്നേഹത്തിൻ്റെ നമ്മുടെ ആകത്തുക. പാസ്റ്റർ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് സാറ് നേരത്തെ പറയുകയുണ്ടായി. അത് 2 ഭാഗങ്ങളായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നു. മനുഷ്യനോടുള്ളതായ സ്നേഹവും ദൈവത്തോടുള്ളതായ സ്നേഹവും. ഈ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് കൽപ്പനയായിട്ട് വരുന്നത്. അതായത് യേശുവിനെക്കുറിച്ച് പറയുന്നത് പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, അവൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്, ദൈവസ്നേഹത്തിൻ്റെ പെരുമാറ്റമാണ്, ദൈവസ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണമാണ്. ആ സ്നേഹം ആണ് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെയും ദൈവത്തിൻ്റെ നിയമത്തിൻ്റെയും അടിസ്ഥാനം. പാസ്റ്റർ, നമുക്ക് ഒരു കുഞ്ഞിനെ എടുത്താൽ ആ കുഞ്ഞിനോട് വിദ്വേഷം കാണിക്കണം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് വിദ്വേഷം എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്ന് അറിയില്ല. പക്ഷേ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി അഥവാ നൈസർഗികമായി ദൈവം ഒരു വ്യക്തിയിൽ നൽകുന്നതായ ഒരു കഴിവ്, ഒരു സ്വഭാവമാണ് സ്നേഹിക്കുക എന്നുള്ളത്. അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്, മാനുഷികമായി ഒരു വ്യക്തിക്ക് കിട്ടുന്നതല്ല. അതുകൊണ്ടുകൂടെ ആയിരിക്കണം ദൈവത്തിൻ്റെ നിയമത്തെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയുവാൻ തക്കോണം കാരണമായി തീർന്നിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ടോണി, കർത്താവ് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് മരിച്ചത് എന്ന് വേദപുസ്തകം പറയുന്നു. ചില ന്യായപ്രമാണ വിരോധികൾ കർത്താവ് യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ ക്രൂശിൽ തറച്ചു എന്ന് പറയുന്നു. വാസ്തവത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് ജയോത്സവം കൊണ്ടാടി എന്ന് വേദപുസ്തകം വളരെ സ്പഷ്ടമായി പറയുകയും ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം ഈ ന്യായപ്രമാണത്തിന് എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് ഈ ന്യായപ്രമാണത്തെ ക്രിസ്തുവിന് ശേഷം നാം നോക്കിക്കാണേണ്ടത്? ഓക്കെ, കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് വന്നത്. പിന്നെയും കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ എന്ത് ചെയ്യത്തില്ല, ഇതിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ല. അപ്പോൾ സ്പഷ്ടമാണ് കാര്യങ്ങൾ. എന്നാൽ ഈ ഭാഷ ആദ്യം ചോദിച്ച പോലെ ചിലത് നീക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? നമുക്ക് വിരോധമായിരുന്നാണ് നീക്കപ്പെട്ടത്. എന്താണ് നമുക്ക് വിരോധമായിരുന്നത്? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി, നമ്മൾ പാപികളായതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെ മാറ്റി നിർത്തിയിരിക്കുന്നു. അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു? യാഗങ്ങളായിരുന്നു നമ്മളെ അന്ന് ചെയ്യേണ്ടിയിരുന്നത്. പഴയ നിയമകാലത്ത് യാഗമായിരുന്നു പാപത്തിൻ്റെ പരിഹാരം. ആ യാഗം എന്തിനെ സൂചിപ്പിക്കുന്നതായിരുന്നു? കർത്താവ് യേശു ക്രിസ്തു എന്ന യോഹന്നാൻ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. അത് നിവൃത്തിയാകുന്നത് വരെ ഇത് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്നതിന് എന്തുണ്ട്? നിയമങ്ങളുണ്ട്. ഇത് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നനുശാസിക്കുന്ന നിയമങ്ങളുണ്ട്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു നമുക്ക് പാപയാഗമായി, പരിഹാരയാഗമായി, എന്നേക്കുമായി യാഗം അർപ്പിക്കപ്പെട്ടതോടുകൂടെ പിന്നെ ആ യാഗം വേണ്ട. ദിനംതോറും നമ്മൾ ചെയ്യുന്ന യാഗത്തിൻ്റെ ആവശ്യമില്ല. ആ യാഗം ആവശ്യമില്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകളും ആവശ്യമില്ല. അപ്പോൾ അത് നീങ്ങിപ്പോയി. എന്നാൽ നമ്മുടെ സാൻമാർഗ്ഗ നിയമങ്ങൾക്ക് വല്ല മാറ്റം വരുത്താൻ കഴിയുമോ? ഇന്ന് കൊല ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. കൊല ചെയ്യുന്നത് ഇന്ന് മനുഷ്യർ എന്തെങ്കിലും കാരണവശാൽ ഇത് മാറിപ്പോയി എന്ന് പറയുന്നെങ്കിൽ തെറ്റല്ല എന്ന് പറയാൻ പറ്റില്ല. കൊല ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. തെറ്റല്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, അത് തെറ്റായതുകൊണ്ട് തെറ്റല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇന്ന് ഈ 10 കൽപ്പന നീക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരേ ഒരു കാരണം 4-ാം കൽപ്പനയാണ്.
ഈ 4-ാം കൽപ്പന അനുസരിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് 10 കൽപ്പനയും നീക്കപ്പെട്ടു എന്ന് പറയുന്നത്. എന്നാൽ ആ 4-ാം കൽപ്പന നമുക്ക് ദൈവത്തോടുള്ള പൂർണ്ണ സ്നേഹത്തെ കാണിക്കുന്നതാണ്. അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബാക്കി 6ഉം അനുസരിക്കാൻ പറ്റത്തുള്ളൂ. അതില്ലാതെ ബാക്കി 6ഉം അനുസരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ഈ 10 കൽപ്പനയെ അപ്ഹോൾഡ് ചെയ്യാനാണ്, അതിനെ ഉയർത്തിപ്പിടിക്കാനാണ്, നമ്മുടെ ദൈവസ്നേഹത്തെ നിലനിർത്താനുള്ളതാണ്, അല്ലാതെ അത് മാറ്റിക്കളയാനുള്ളതല്ല. പ്രിയ പാസ്റ്ററെ, കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് സംസാരിക്കുന്നതായ സമയത്ത് പറയുകയുണ്ടായി, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. അപ്പോൾ ഈ സ്നേഹവും കൽപ്പന പ്രമാണവും തമ്മിലുള്ളതായ ബന്ധം എന്താണ്? യഥാർത്ഥത്തിൽ അത് റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ബന്ധങ്ങളുടെ അടിസ്ഥാനം സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെയാണ് അനുസരണത്തിലൂടെ സൂചിപ്പിക്കുന്നത്. കാരണം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തെ, യേശുവിനെ നന്നായി അറിയുമ്പോൾ മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. പാസ്റ്റർ മുമ്പേ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ ഒന്ന് പറയുവാണെങ്കിൽ, കർത്താവ് പറഞ്ഞു കുല ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ പുതിയ നിയമത്തിൽ പറയുന്നു, നീ നിൻ്റെ സഹോദരനെ നിസ്സാരാന്ന് വിളിക്കുമ്പോൾ നീ കൊലപാതകം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വാക്കുകളിൽ ഒരാളുടെ അസ്തിത്വത്തിനെയും എക്സിസ്റ്റൻസിനെയും പോലും സംശയിക്കുന്നത് കൊലപാതകമാണ്. അത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കണം ദൈവത്തെ. കാരണം ദൈവം ജീവൻ കൊടുത്തിട്ടാണ് നമ്മളെ സ്നേഹിച്ചത്. അതേപോലെ തന്നെ മറ്റൊരാൾക്ക് വില കൊടുക്കണം. വ്യഭിചാരത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. നീ സ്ത്രീയെ നോക്കുന്നുവെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം എത്രമാത്രം മനുഷ്യ സ്നേഹമാണ് യേശുവിൻ്റെ ആശയം. മനുഷ്യത്വവുമായി ഹ്യൂമാനിറ്റിയെ എത്രമാത്രം കരുതുന്നു, അത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. പാസ്റ്റർ, ഇരമ്യ പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരും. ആ കൽപ്പന എപ്രകാരമാണ് നൽകുന്നതെന്നും ആർക്കാണ് നൽകുന്നതും ഒക്കെ ഇരമ്യാവ് 31 പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രിയിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണാൻ വന്നതായ നിക്കോദിമോസിനോട് കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, നീ പുതുതായി ജനിക്കണം. ഈ പുതുതായി ജനിക്കുക, പുതിയ കൽപ്പന നൽകുക, ഹൃദയത്തിൽ എഴുതുക, എന്താണ് ഈ ഒരു ഹൃദയ പരിവർത്തനത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്? ദൈവജനത്തിന് പണ്ട് ദൈവം കൊടുത്തിരുന്നത്, അടയാളമായി കൊടുത്തിരുന്നത് ഒന്ന് പരിച്ഛേദനയായിരുന്നു. ശരീരത്തിലുള്ള പരിച്ഛേദന. അതെ, ശരീരത്തിലുള്ള പരിച്ഛേദന. അപ്പോൾ ഇന്ന് ദൈവജനത്തിനുള്ള അടയാളം എന്ന് പറയുന്നത് ഹൃദയത്തിനുള്ള പരിച്ഛേദനയാണ്. എങ്ങനെ അത് സാധിച്ചെടുക്കാൻ പറ്റും? നിക്കോദിമോസ് വന്നിട്ട് കർത്താവിനടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു മറുപടി പറയുകയാണ്, എന്താണ്? നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. അപ്പോൾ നിക്കോദിമോസിന് ഭയങ്കര സംശയം, ഇത്രയും പ്രായമായ ആൾ ഇനി എങ്ങനെ വീണ്ടും ജനിക്കും? അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ശരിക്കും പറഞ്ഞാൽ നിക്കോദിമോസിനോട് ചോദിക്കുകയാണ്, പല കാര്യങ്ങൾ ചോദിക്കും കൂട്ടത്തിൽ, നീ വേദപുസ്തകം പഠിപ്പിക്കുന്ന ആളല്ലേ, ന്യായപ്രമാണം ഉപദേശിക്കുന്ന ആളല്ലേ, ഇസ്രായേലിൻ്റെ ഉപദേശകനല്ലേ, നിനക്കിതറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ പുതുതായി ജനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഹൃദയം. കർത്താവ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നാനത്തോടു കൂടി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയാകുകയും അതിൽ ഉയർത്തെഴുന്നേൽക്ക് നമ്മുടെ ഉയർപ്പിനെ അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് എന്താണ് പുതിയ ഹൃദയം എന്ന് പറയുന്നത്. പുതുതായി ജനിക്കുന്ന ഒരു വ്യക്തിക്കാണ് പുതിയ ഹൃദയം കിട്ടുന്നത്. ആ പുതുതായി ജനിച്ച ഹൃദയം മനുഷ്യനിൽ എന്തുണ്ട്? പഴയ അവൻ്റെ പാപത്തെക്കുറിച്ചുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇനി അവൻ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാതിരിക്കാനാണ് അവൻ ഇനി കൽപ്പനയുടെ ആവശ്യമുള്ളത്, ന്യായപ്രമാണം അവന് ആവശ്യമുള്ളത്. അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ഈ പുതിയ നിയമമുണ്ട്. എന്താണ് ആ പുതിയ നിയമം? ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഇതാണ് പുതിയ നിയമം. അതിൽ സകല ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. അത് അവൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ പുതുതായി ജനിച്ചത് കൊണ്ട്, അവൻ യേശുവിനെ പിൻപറ്റിയത് കൊണ്ട്. പാസ്റ്റർ ബിനോയ്, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഈ കൃപയാലുള്ളതായ രക്ഷ നമുക്ക് ലഭ്യമായിരിക്കുന്നത് കൊണ്ട് നാം പ്രവൃത്തി ആവശ്യമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ന്യായപ്രമാണം പാപത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കൽപ്പന അനുസരിച്ചുകൊണ്ട് ആർക്കും രക്ഷ നേടാൻ കഴിയത്തില്ല. കാരണം അത് നമ്മുടെ സ്വാർത്ഥതയിൽ, നമ്മുടെ പ്രമാണത്തിൻ്റെ പ്രവർത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പാപത്തിനെക്കുറിച്ചുള്ള അറിവ് എനിക്ക് കിട്ടുന്നത് കൽപ്പനയിൽ നിന്നാണ്. ഈ കൽപ്പന അനുസരിക്കുന്നത് കൊണ്ടല്ല നമുക്ക് രക്ഷ ലഭിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് സൗജന്യമായി രക്ഷ നൽകിയിട്ടുള്ളതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ മരണത്താൽ
അതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുന്നത് കൊണ്ട് അപ്പോസ്തലനായ യാക്കോബ് പറയുന്നത് വിശ്വസിക്കുകയും എന്നാൽ നിർജീവമായ പ്രവർത്തനങ്ങളാണ് നമ്മിൽ ഉള്ളത് എങ്കിൽ ആ വിശ്വാസം നിർജീവമായി പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നാം വിശ്വസിക്കുമ്പോൾ പ്രാക്ടിക്കലി നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ എന്ത് ചെയ്യും? അനുസരിക്കുന്നത് കൊണ്ടല്ല രക്ഷ ലഭിക്കുന്നത്, എന്നാൽ പോലും വിശ്വസിക്കുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യുന്നു? അതിൽ വിധേയപ്പെടുന്നു. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ഡോണി, നാം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ആ പ്രവൃത്തിയിലൂടെയാണോ നമുക്ക് രക്ഷ ലഭിക്കുന്നത് എന്നൊക്കെ നാം ചർച്ച ചെയ്യുകയുണ്ടായി. എന്നാൽ ഈ ന്യായപ്രമാണം തന്നതായ കർത്താവ് ഒരു ന്യായവിധി നടത്തുന്നു എന്ന് നമുക്ക് അറിയാം. ഈ ന്യായവിധിയിൽ, കർത്താവ് നടത്തുന്നതായ ന്യായവിധിയിൽ നമുക്കുള്ള പ്രത്യാശ എന്താണ്? ഒരു വാക്യം വായിച്ചുകൊണ്ട് പിന്നെ അതിന് മറുപടി പറയാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. അപ്പോൾ ന്യായവിധിയെക്കുറിച്ച് പേടിയുള്ളത് ആർക്കാണ്? ദൈവത്തെ അനുസരിക്കാത്തവർക്കാണ്, ന്യായമില്ലാത്തവർക്കാണ്. ശരിക്കും പറഞ്ഞാൽ തന്നെയാണ്. ന്യായവിധിയെക്കുറിച്ച് പേടി അവർക്കാണ്. നമ്മൾ ഈ ലോകത്തിലെ കോടതിയെക്കുറിച്ച് ചിന്തിച്ചാൽ 2 പേര് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യവഹാരം ഉണ്ടാകുന്നു, അത് തീർപ്പാക്കാൻ എവിടെ പോകണം? കോടതി പോകണം. പക്ഷേ കുറ്റം ചെയ്തവൻ എന്ത് ചെയ്യത്തില്ല? കോടതി വരാൻ അവൻ എന്തില്ല? താല്പര്യമില്ല. കാരണം അവനറിയാം അവൻ അവിടെ ഗിൽറ്റി ആയിട്ട് പറയപ്പെടും. അതുകൊണ്ട് അവന് താല്പര്യമില്ല. അപ്പോൾ ശരിക്കും എൻ്റെ മേൽ നടന്നിരിക്കുന്നത് അന്യായമാണ് എന്നെനിക്ക് ബോധമുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കോടതി പോകാമെന്ന് പറയും. അവിടെ വെച്ച് എനിക്കെന്ത് ചെയ്യും? എന്നെ നീതിമാനായി പ്രഖ്യാപിക്കപ്പെടും. അപ്പം ന്യായവിധി വിശുദ്ധന്മാർക്ക് ഒരു വിൻഡിക്കേഷനാണ്, അല്ലെങ്കിൽ അവരെ ന്യായം വിധിക്കുന്ന അവർക്ക് നല്ല കാര്യമാണ്. അത് അവരെ സംബന്ധിച്ചുള്ള നല്ല കാര്യമാണ്. അപ്പോൾ ഇതാണ് ന്യായവിധിയെക്കുറിച്ചുള്ളതായ വിശുദ്ധന്മാരുടെ പ്രത്യാശ. അത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആ കൃപയായി കാണുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമെങ്കിൽ ന്യായവിധി നമുക്ക് സന്തോഷ വാർത്തയാണ്. അത് നല്ല പ്രത്യാശയുള്ളതാണ്, ഒരു സംശയം അതിനില്ല. എന്നാൽ ദുഷ്ടന്മാർക്ക് അങ്ങനെ അല്ലതാനും. പാസ്റ്റർ ബിനോയ്, ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും യെശയ്യാവ് 58:13 ദൈവത്തിൻ്റെ നിയമത്തെക്കുറിച്ചും ആ നിയമത്തിലൂടെയുള്ളതായ വിടുതലിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നിയമം എങ്ങനെയാണ് ഒരു മനുഷ്യനെ വിടുവിക്കുന്നത്? എങ്ങനെയാണ് അവനിൽ ആ നിയമം മുഖാന്തരം അവനൊരു വിടുതൽ ഉണ്ടാകുന്നത്? നിയമം നമുക്ക് വിടുതൽ തരുന്നത് പാപത്തെ അറിയാൻ നമ്മളെ സഹായിക്കുകയും അതിൽ നിന്ന് നമ്മളെ വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ശബത്ത് കൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈ ശബത്തിനെ നാം അനുസരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് നന്മ നൽകാം എന്നുള്ളതായ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൽപ്പനകളിൽ ശബത്ത് ഒരു പ്രധാന കൽപ്പനയായി നിലകൊള്ളുന്നത്? കർത്താവായ ശബത്ത് യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ ഉടയവനാണ്, സൃഷ്ടിതാവാണ് എന്ന് അംഗീകരിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ശബത്ത് വിടുതലിൻ്റെയും കൂടെയാണ്. ഈജിപ്തിൽ അടിമയായിരുന്ന ഇസ്രായേൽ ജനത്തെ അതിൽ നിന്ന് വിമോചിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം. 2 തരത്തിലും ശബത്ത് വിടുതലിൻ്റെയും രക്ഷയുടെയും അതേപോലെ സൃഷ്ടിത്വത്തിൻ്റെ അംഗീകരണത്തിൻ്റെയും അടയാളമാണ് ശബത്ത്. അപ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി സൃഷ്ടിതാവായി അംഗീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. മാത്രമല്ല, യേശുക്രിസ്തു പറയുന്നത് ഞാൻ ശബത്തിൻ്റെയും ഉടമസ്ഥനാണ്, ഐ ആം ദ ലോർഡ് ഓഫ് ദ ശബത്ത് എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശബത്ത് അംഗീകരിക്കുമ്പോൾ നമുക്ക് വിടുതൽ ലഭിക്കുന്നു, നമ്മൾ ക്രിസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം അംഗീകരിക്കുന്നു, കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ യേശുവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ് ശബത്ത്. അതൊരു കമ്മ്യൂണിയൻ കൂടിയാണ്, അതൊരു കൂട്ടായ്മയാണ്, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ശബത്ത്. അതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് വിടുതൽ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. പാസ്റ്റർ ഡോണി, കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം കാരണമാണ് ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ഇരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കണം എന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഈ സ്നേഹം എങ്ങനെയാണ് നമുക്ക് പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? കർത്താവ് നമ്മെക്കൊണ്ട് എങ്ങനെയാണ് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? ഈ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന പദം പലപ്പോഴും ഞാൻ പറയാം, നമുക്കൊന്ന് മാറ്റി പറയാം. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതിന് പകരം എന്നെ സ്നേഹിച്ചു എന്ന് പറയാം. അപ്പോൾ ശരിക്കും ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നുള്ള മനുഷ്യർ ലോകത്തെ സ്നേഹിക്കുന്ന പോലെയുള്ള സ്നേഹമല്ല. ഇന്നുള്ള മനുഷ്യർ ലോകത്തെ സ്നേഹിച്ചെന്താണ്? ലോകത്തിലുള്ളതിനെയാണ് സ്നേഹിക്കുന്നത്.
എന്നാൽ ദൈവം ലോകത്തിലുള്ള നമ്മളെയാണ് സ്നേഹിച്ചത്, മനുഷ്യരെ സ്നേഹിച്ചത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളതിന് ദൈവത്തിന് ഒരിക്കലും ഒരു സംശയമില്ല. അതുകൊണ്ട് ആ മക്കളെ ദൈവം എന്ത് ചെയ്യാണ്? സ്നേഹിക്കുകയാണ്. പക്ഷെ മക്കൾ എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് ദൈവമക്കളായി, യഥാർത്ഥ ദൈവമക്കളായി നിലനിർത്താനാണ് ദൈവം എന്ത് ചെയ്തത്? ആ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്തത്, സ്നേഹത്തിലൂടെയുള്ള പ്രവൃത്തി ചെയ്തത്. എന്നാൽ അപ്പോസ്തലൻ പത്രോസ് ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. 1 പത്രോസ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, നിർമ്മതരായിരിപ്പീൻ, സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. അപ്പോൾ നിർമ്മതരായിരിപ്പീൻ എന്നാണ് പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ നിർമ്മലത അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഒരുപാടുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയി അല്ല അത് സാധിച്ചെടുക്കേണ്ടത്. ഈ ലോകത്തിൽ തന്നെ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ലോകപ്രകാരം ജീവിക്കാതെ ദൈവ ഇഷ്ടത്തിന് നമ്മളെ വിട്ടുകൊടുത്ത് ജീവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ നല്ല വിശുദ്ധന്മാരെ ജീവിക്കാൻ കഴിയും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ അങ്ങനെയുള്ള വിശുദ്ധന്മാരാണ് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. നിർമ്മതരായി ഇരിക്കണം, വിശ്വസ്തരായിരിക്കണം. കർത്താവ് യേശുക്രിസ്തു നമുക്ക് മാതൃക നൽകിയിട്ട് പോയത് നിസ്വാർത്ഥമായ ഒരു മാതൃകയാണ്. നാം ആ മാതൃക പിൻപറ്റുകയാണ് എങ്കിൽ നാം കാണുന്നതായ സഹജീവികളോട്, നമ്മുടെ അയൽപക്കക്കാരോട്, നമ്മുടെ കൊളീഗ്സുകളോട്, നാം ഒരുമിച്ച് ജീവിക്കുന്നതായ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളതായ ഒരു നല്ല അയൽക്കാരനായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമ്മുടെ കേൾവിക്കാരെയും അതിന് പ്രാപ്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ പാസ്റ്റർ ഡോണിയെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ പാസ്റ്റർ ബിനോയ്, താങ്ക് യു വെരി മച്ച്. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയതായ പാഠങ്ങളെ ഉൾക്കൊണ്ട് അത് ചർച്ച ചെയ്യുവാനും അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി പങ്കുവയ്ക്കുവാനും ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തമ്മിൽ സ്നേഹിക്കുവാനും അങ്ങയുടെ ന്യായപ്രമാണത്തെ നിവർത്തീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അസാധ്യമായി വരുന്നതായ എല്ലായിടത്തും അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കൃപ, അങ്ങയുടെ കരുതൽ ഞങ്ങളെ പ്രാപ്തരാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവരാജ്യത്തിലെത്തുവോളം ഞങ്ങളെ അങ്ങയുടെ ഉള്ളം കയ്യിൽ വഹിച്ച് വഴി നടത്തണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, കർത്താവ് വരുവോളം അന്യോന്യം സ്നേഹമുള്ളവരായി ജീവിക്കുവാൻ, ദൈവത്തെ സ്നേഹിച്ച് ദൈവകൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.